നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇപ്പോൾ കേൾക്കുന്നത് ഒരു കൂട്ടം പാറ്റകളുടെ കഥയാണ്. ജെൻസിയുടെ കഥ. ഭരണകൂടത്തെ അവർ പേടിക്കുന്നില്ല. ഭരണകൂടത്തെയോ അവർക്ക് മുന്നിലേക്ക് ലാത്തികളുമായി കടന്നു വരുന്ന പോലീസിനെയോ ഭയക്കുന്നില്ല. വെടിയുണ്ടകളെ അവർ ലവലേശം വകവയ്ക്കുന്നില്ല. രാജ്യത്തിൻ്റെ ഭാവിയും ഭാഗതയും നിർണ്ണയിക്കുന്നത് തങ്ങളാണ് എന്ന ബോധ്യം അവരെ നയിക്കുന്നു. അവർ ദില്ലിയെ വിറപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നു. ജെൻസികൾ ഉന്നയിച്ച വിഷയം, അതിൻ്റെ തീവ്രത, അതിനെ നേരിടാൻ കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചകളാണ്. ഒരു കൂട്ടം പാറ്റകളുടെ സമരത്തെ പിന്തുണയ്ക്കണോ എന്ന് സംശയിച്ച പ്രതിപക്ഷം, ഒടുവിൽ മടിച്ചു നിന്ന പ്രതിപക്ഷം തലസ്ഥാന നഗരിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച. ജെൻസികൾ നടത്തിയ ഈ സമരം ഏറ്റെടുക്കാതെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. അവിടെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമരഭൂമിയിലേക്ക് കടന്നു ചെല്ലുന്നത്. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ മിന്നൽ സമരം. തന്ത്രപരമായി ആസൂത്രണം ചെയ്ത ആ സമരം ഒടുവിൽ ജെൻസികളുടെ സമരത്തിന് വീര്യം കൂട്ടി. ജൂൺ 6 കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച വിഷയത്തിൽ ഒരു സമരം ആരംഭിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന ആവശ്യമാണ് അവർ ഇന്ത്യൻ ഭരണകൂടത്തിന് മുന്നിൽ വെച്ചത്. പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് ആരംഭിച്ച നിരാഹാര സമരം. സമരത്തിന്റെ ആദ്യ 20 ദിനങ്ങൾ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചു. എങ്കിലും ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകി. സോനം വാങ്ചുക്കിനെ രക്ഷിക്കണമെന്ന ആഹ്വാനം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു. ഒടുവിൽ 22-ാം ദിവസം അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് ഭരണകൂടം ആശുപത്രിയിലാക്കുന്നു. സമരത്തെ നേരിടാൻ കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുവെന്ന സന്ദേശം സമരാനുകൂലികൾക്ക് നൽകുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇതോടെ രാജ്യമുണർന്നു. തിങ്കളാഴ്ച CJPയുടെ നേതൃത്വത്തിൽ യുവാക്കൾ നടത്തിയ പാർലമെന്റ് മാർച്ച് വലിയ സംഘർഷങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ അപ്രതീക്ഷിതമായി 10,000 മുദ്രാവാക്യം വിളിച്ച് ഡൽഹിയിലെ തെരുവുകളിലേക്ക് കടന്നുവന്നു. ജനസാഗരം പോലെ അവർ പാർലമെന്റിന് മുന്നിലെത്തിയത് കേന്ദ്ര ഭരണകൂടത്തെ ഞെട്ടിച്ചു. പാർലമെന്റിന്റെ മുഴുവൻ കവാടങ്ങളും 3 മണിക്കൂറിലേറെ അടച്ചിടേണ്ട സ്ഥിതിഗതി. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് പാർലമെന്റ് കവാടങ്ങൾ മുഴുവൻ മണിക്കൂറുകളോളം അടഞ്ഞുകിടന്നത്. പ്രതിഷേധക്കാർ അടുത്തെത്തിയതോടെ സുരക്ഷാ സേന പാർലമെന്റിന്റെ വിവിധ കവാടങ്ങളിലേക്ക് പാഞ്ഞു. പ്രതിഷേധക്കാർ പാഞ്ഞെടുക്കുന്ന കാഴ്ച. ഒടുവിൽ പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്നു. ആണിയടിച്ച ലാത്തികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. അതിനിടയിലാണ് ഭരത് എന്ന ഒരു വിദ്യാർത്ഥി പോലീസിന് നേർക്ക് കൈചൂണ്ടി തന്നെ മർദ്ദിക്കാൻ ആവശ്യപ്പെടുന്നത്. ഒരു കൂട്ടം പോലീസുകാർ അവനെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. തൻ്റെ ദേഹത്ത് പോലീസ് ലാത്തി വയ്ക്കാത്ത 1 ഇഞ്ച് ദേഹമില്ല എന്നവൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ മുതൽ ജന്തർ മന്ദിർ പാർലമെന്റ് പരിസരങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങളും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ടെലികോം കമ്പനികൾ നിർത്തിവച്ചിരുന്നു. എന്നാൽ മാർച്ചിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പരന്നു. ഇന്ത്യയിലെ ജനം ആശങ്കയോടെ ഈ ദൃശ്യങ്ങൾ നോക്കിക്കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുജെ മാരോ സാർ എന്ന് ആക്രോശിക്കുന്ന ആ യുവാവിന്റെ വീഡിയോ വൈറലായി. CJP മാർച്ചിനെ പോലീസ് ലാത്തി കൊണ്ട് നേരിട്ടത് കേന്ദ്ര സർക്കാർ നടത്തിയ ഏറ്റവും വലിയ മടയത്തരമായി. ഇതോടെ സമരക്കാരെ അനുകൂലിക്കുക എന്ന ഒരൊറ്റ പോംവഴിയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തി. ചുരുക്കത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെ സമരവേദിയിലെത്തിക്കാൻ CJPക്ക് കഴിഞ്ഞു. അതുതന്നെയാണ് ആ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയവും. പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത യുവാക്കളെ തല്ലിച്ചതച്ചതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ മുതിർന്ന നേതാക്കളും മുഖ്യമന്ത്രിമാരും MP-മാരും പങ്കെടുക്കുന്നു. തുടർന്ന് രാഹുലും പ്രിയങ്കയും അറസ്റ്റ് വരിക്കുന്നു. രാഹുലിനെയും പ്രിയങ്കയെയും ബലമായി കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്ത്യയിൽ വൈറലായി. രാഹുൽ ഗാന്ധിയെ പോലീസ് വലിച്ചിഴച്ചാണ് വാഹനത്തിലേക്ക് കയറ്റിയത്. അതിനിടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. ചോര പൊടിഞ്ഞ മുഖവുമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞു, അക്രമമാണ് ഡൽഹിയിൽ നടക്കുന്നത്. പോലീസ് വാഹനത്തിന്റെ ഉള്ളിലിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നത് വ്യക്തമാണ്.
ഒടുവിൽ യുവജന രോഷത്തിൻ്റെ അഗ്നിജ്വാലകൾ ആളിക്കത്തുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ തെരുവുകളിലേക്ക് യുവജനങ്ങൾ കൂട്ടമായി ഇറങ്ങുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് യുവത ഡൽഹിയിലേക്ക് കുതിക്കുന്നു. പ്രതിഷേധക്കാരുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പാർലമെന്റ് മണിക്കൂറുകളോളം സ്തംഭിക്കുന്നു. പിന്നീട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ കൃത്യതയോടെയുള്ള ആസൂത്രണ പാടവം. ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പാർലമെന്റിൽ ഇരിക്കുമ്പോഴാണ് സമരക്കാർ തൊട്ടടുത്തെത്തിയത്. വർഷകാല സമ്മേളനം തുടങ്ങുന്ന തിങ്കളാഴ്ച രാവിലെ ജന്തർ മന്ദിറിലെ സമരസ്ഥലത്ത് നിന്നാണ് പാർലമെന്റിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. സമരക്കാർ പ്രതിഷേധം ജന്തർ മന്ദിറിൽ മാത്രം ഒതുങ്ങി എന്ന് കരുതിയ സുരക്ഷാ സേനാ അംഗങ്ങൾക്ക് പിഴച്ചു. നഗരത്തിന്റെ നാലുപാടു നിന്നും യുവാക്കൾ പാർലമെന്റിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പാർലമെന്റിന് മുന്നിൽ സമരസാഗരം തീർന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടങ്ങി അന്നു മുതൽ അവഗണിക്കുക എന്ന തന്ത്രമാണ് കേന്ദ്ര സർക്കാർ പയറ്റിയത്. അവഗണിച്ച് തള്ളുക. സമരം വ്യാപകമായപ്പോഴും സോനം വാങ്ചുക്കും മറ്റ് നേതാക്കളും നിരാഹാരം തുടങ്ങിയപ്പോഴും കേന്ദ്രം അവഗണനയെന്ന തന്ത്രം തുടർന്നു. എന്നാൽ ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവത്തിലേക്ക് സമരം വളരുന്നു എന്ന് കണ്ട കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടികൾക്കൊടുവിൽ തുനിയുന്നു. ഇതോടെ കൈവിട്ട സ്ഥിതിയിലായി. വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു കൊടുങ്കാറ്റായി ആളിക്കത്തുന്ന കാഴ്ച. സർക്കാരിനെയും BJPയെയും സംബന്ധിച്ച് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ മോദി ഭരണത്തിൽ ഇത്തരമൊരു വെല്ലുവിളി ഇന്ത്യ കണ്ടിട്ടേയില്ല. പരീക്ഷാ ക്രമക്കേടും ചോദ്യചോർച്ചയും രാജ്യത്ത് വൈകാരിക വിഷയമായി വലിയ ചർച്ചയായി മാറുന്നു. വിദ്യാർത്ഥികളും യുവജനങ്ങളും മാത്രമല്ല രക്ഷിതാക്കളും ഇക്കാര്യത്തിലേറെ ആശങ്കാകുലരാണ്. പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ തലത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ എളുപ്പമല്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ഡൽഹി പോലീസ്. ഇപ്പോൾ ഡൽഹി പോലീസിനേറ്റ വൻ തിരിച്ചടിയായി മാറുന്നു രാജ്യ തലസ്ഥാനത്തെ ഈ സമരം. അനുമതി വാങ്ങിയിരുന്നില്ല എന്ന് അധികൃതർ പറയുമ്പോൾ മറുവശത്ത് സമൂഹ മാധ്യമങ്ങളിലെ ആഹ്വാനം ഏറ്റെടുത്ത് ആയിരങ്ങൾ ജന്തർ മന്ദിറിലേക്കും പാർലമെന്റിലേക്കും ഇരച്ചെത്തി. പോലീസും സുരക്ഷാ സേനകളും ആദ്യം പകച്ചു നിൽക്കുന്ന കാഴ്ച. നഗരഹൃദയത്തിലുള്ള കൊണാട്ട് പ്ലേസ്, ജൻപത് റോഡ്, പാർലമെന്റ് സ്ട്രീറ്റ്, റഫി മാർഗ്, അശോക റോഡിന്റെയും റോയ്സീന റോഡിന്റെയും ചില ഭാഗങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങൾ ജനസാഗരമായി മാറി. ഇന്റലിജൻസ് ബ്യൂറോ മുൻ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന അനുരാഗ് കുമാർ ഡൽഹി പോലീസ് കമ്മീഷണറായി സ്ഥാനമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ദില്ലിയെ നടുക്കിക്കൊണ്ടുള്ള ജനമുന്നേറ്റം. മറുവശത്തിത പാർലമെന്റിൽ പ്രതിപക്ഷം കൊടുങ്കാറ്റുയർത്തുന്നു. പാറ്റ പാർട്ടിയുടെ പ്രക്ഷോഭ കൊടുങ്കാറ്റ് പാർലമെന്റിലും ആഞ്ഞുവീശിയതോടെ കേന്ദ്ര സർക്കാർ വിഷമവൃത്തത്തിലായി. പരീക്ഷാ ക്രമക്കേടുകൾ സൃഷ്ടിച്ച ജൻസികളുടെ നിരാശ അവഗണിച്ചു തള്ളാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞു. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സമരവേദിയിലേക്ക് കടന്നുവരുന്നു. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് രാഷ്ട്രീയമാനം കൈവരുന്ന സംഭവം. കേന്ദ്രം പരമാവധി അവഗണിച്ച ഒരു സമരം ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഇന്ത്യയിൽ മാറുന്നു. പാർലമെന്ററി കീഴ്വഴക്കങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന ഒരു പ്രക്ഷോഭജ്വാല. പ്രതിപക്ഷ സമരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ഭരണപക്ഷം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തി ആരംഭിച്ച പാറ്റകളുടെ സമരത്തിന് മറ്റൊരു മാനം. CJP സമരത്തിന്റെ ജനശ്രദ്ധ തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ഒടുവിൽ വലിയൊരു സമരത്തിന് ഒരു രഹസ്യ രൂപം നൽകുന്നു. പരമ്പരാഗതമായി സ്വീകരിച്ചു വരാറുള്ള പത്രസമ്മേളനങ്ങളും മുൻകൂട്ടിയുള്ള അറിയിപ്പും കോൺഗ്രസ് നേതൃത്വം ഒഴിവാക്കി. അപ്രതീക്ഷിതമായ നീക്കത്തിന് രാഹുൽ ഗാന്ധി നീക്കങ്ങൾ തുടങ്ങി. തിങ്കളാഴ്ച സമരത്തിന് ശേഷം വിജയ് ചൌക്കിലേക്ക് മാർച്ച് നടത്താനുള്ള കോൺഗ്രസിന്റെ ആദ്യ നീക്കം പോലീസ് തടയുന്നു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ 84ാം ജന്മദിനാഘോഷം എന്ന വ്യാജേന 25ഓളം എംപിമാരെയും മുതിർന്ന നേതാക്കളെയും രാജാജി മാർഗിലേക്ക് രാഹുൽ ഗാന്ധി ക്ഷണിക്കുന്നു. രാഹുലിനും പ്രിയങ്കയ്ക്കും ഖാർഗെയ്ക്കും പിന്നീട് KC വേണുഗോപാലിനും മാത്രമറിയാവുന്ന ഒരു സമര നീക്കം. തങ്ങൾ എവിടേക്കാണ് നീങ്ങുന്നത് എന്ന് എംപിമാർക്ക് ഒരു സൂചന പോലും ലഭിച്ചില്ല. ആഘോഷങ്ങൾ പൂർത്തിയായ ഉടൻ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ നേതാക്കൾ പെട്ടെന്ന് വാഹനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വസതിയായ 7 ലോക് കല്യാൺ മാർഗിലേക്ക് തിരിക്കുന്നു. അവിടെ ഒരു സമരം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഡൽഹി പോലീസ്. അക്ഷരാർത്ഥത്തിൽ നടക്കുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടരികിലെത്തി. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചപ്പോൾ ഡൽഹി പോലീസ് വിയർത്തു. പെട്ടെന്നുണ്ടായ റോഡ് ഉപരോധം പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആശങ്കപ്പെടുത്തി.
പിന്നീടാണ് രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയില്ല. തെരുവുകളിൽ ദിവസങ്ങളായി മുഴങ്ങുന്നത് ഒരു സംഘടനയുടെ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥികളുടെയും തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കളുടെയും ചോദ്യമാണ്: ഞങ്ങളുടെ ഭാവിയുടെ ഉത്തരവാദിത്വം ആർക്ക്? JNU, ഡൽഹി സർവകലാശാല, ജാമിയ മില്ലിയ, അംബേദ്കർ സർവകലാശാല തുടങ്ങി വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. CJPയിൽ നിന്നല്ല ചോദ്യങ്ങൾ തുടങ്ങേണ്ടത്. 2016-17 JNU പ്രക്ഷോഭം, വിദ്യാർത്ഥി രാഷ്ട്രീയം ഇളകിമറിഞ്ഞ നാളുകൾ, പിന്നീട് ഉത്തർപ്രദേശിലെ റിക്രൂട്ട്മെന്റ് പരീക്ഷാ വിവാദങ്ങൾ, ഏറ്റവും ഒടുവിൽ നീറ്റ്, CBSE തുടങ്ങി വിവിധ പരീക്ഷാ ചോർച്ചകൾ, വിദ്യാർത്ഥികളുടെ വിശ്വാസം തകർക്കുന്ന നിരവധി സംഭവങ്ങൾ. ഈ നിരാശയിൽ നിന്നാണ് CJP എന്ന പ്രസ്ഥാനത്തിന്റെ ഉദയം. ഒരു വിദ്യാർത്ഥി വർഷങ്ങളോളം പഠിക്കുന്നു, കുടുംബം സാമ്പത്തികമായി വലിയ നിക്ഷേപവും നടത്തുന്നു, പരീക്ഷ എഴുതുന്നു, പിന്നെ പരീക്ഷ റദ്ദാകുന്നു, ഫലം വൈകുന്നു, നിയമനങ്ങൾ നീളുന്നു. ഓരോ തവണയും നഷ്ടമാകുന്നത് വിദ്യാർത്ഥിയുടെ ഒരു വർഷമല്ല, ഒരു തലമുറയുടെ ആത്മവിശ്വാസമായിരുന്നു. ഇതിന് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരം നൽകിയില്ല. ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ലക്ഷ്യമെന്ന് ജെൻസി ആരോപണമുന്നയിച്ചു. രാഷ്ട്രീയ ബോധമില്ല യുവജനങ്ങൾക്കെന്ന ആക്ഷേപത്തിന് മുന്നിൽ ജെൻസികൾ തന്നെ സംഘടിക്കുന്ന കാഴ്ച. ഒരു പരിഹാസത്തിൽ നിന്നുയർന്ന പ്രസ്ഥാനം ഒരു മഹാപ്രക്ഷോഭമായി മാറുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവർ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് തുടക്കം മുതൽ ജെൻസി നേതാക്കൾ ആവശ്യപ്പെട്ടു. പിന്നീട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിനിമാ നടന്മാരും സാംസ്കാരിക നായകരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ വലിയൊരു വിഭാഗത്തിന് പിന്തുണ. പാർട്ടികളുടെ പ്രസ്ഥാനത്തെയും അവരുടെ സമരത്തെയും ദേശീയ മാധ്യമങ്ങൾ അവഗണിച്ചു. എന്നാൽ അപകടകരമായ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യ ഇപ്പോൾ തിരിച്ചറിയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവജന സംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അതേസമയം തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷം. പരീക്ഷാ അനിശ്ചിതത്വങ്ങൾ, നിയമന വൈകലുകൾ. യുവത സംഘടിച്ചാൽ ഏതൊരു ഭരണകൂടവും വീഴും. CJPയുടെ സമരം ലക്ഷ്യം കാണാതെ അവസാനിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ പരിഹസിച്ചത്. ഈ തലമുറ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവസാനിക്കില്ല. വിദ്യാർത്ഥികൾ ഭീകരരല്ല, അവരെ തല്ലിച്ചതച്ചവർ മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം. കുട്ടികളെ ഇത്രയും മോശമായി നേരിടേണ്ടതില്ലായിരുന്നു. അവർക്ക് പലതും അറിയാം. കേരളത്തിലും ഇത്തരം കൂട്ടായ്മകൾ വേണം എന്ന ആവശ്യം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു. പ്രതിപക്ഷം കൂടി പ്രതിഷേധം ഘടിപ്പിച്ചതോടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന കേന്ദ്ര സർക്കാരിനെയാണ് ഇപ്പോൾ ഇന്ത്യ കാണുന്നത്. എന്നാൽ ആരുടെയും വീട്ടിലേക്കോ ഓഫീസിലേക്കോ തങ്ങൾ കടന്നു വരില്ല എന്ന് CJP നേതൃത്വം പറയുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ ചർച്ചയാകാം എന്നാണ് CJP വക്താക്കൾ പറയുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് കറുപ്പ് വസ്ത്രമണിഞ്ഞാണ് പാർലമെന്റിലെത്തിയത്. പാർലമെന്റ് മാർച്ച് നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയത് രാജ്യത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിച്ചു എന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. പോലീസിന്റെ അക്രമം സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഈ പരാമർശം. വിഷയത്തിൽ ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം കോടതി ശക്തമായ മുന്നറിയിപ്പ് ഡൽഹി പോലീസിന് നൽകുന്നു. ഇതിനിടയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ നൈമിഷ പ്രധാന് നേരെ ശക്തമായ വിമർശനം. നൈമിഷ പ്രധാന്റെ സമൂഹമാധ്യമ അക്കൗണ്ട് പ്രവർത്തനരഹിതമായി. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലാണ് നൈമിഷ LLM ബിരുദമെടുത്തത്. മന്ത്രിയുടെ മകളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ടാഗ് ചെയ്തുകൊണ്ട് പ്രതിഷേധക്കാർ പോസ്റ്റുകൾ ഇടുന്നു. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടാണ് മന്ത്രിയുടെ മകൾ വിദേശത്ത് പോയി പഠിച്ചതെന്ന കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകം. സമരം നടത്തിയ വിദ്യാർത്ഥികൾ കുറ്റവാളികളല്ലെന്നും ന്യായമായ കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടതെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CJP പ്രതിഷേധത്തിൽ ഡൽഹി പോലീസ് വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. അടിച്ചമർത്താൻ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്തത്? അവർ കുറ്റവാളികളായിരുന്നില്ല. രാജ്യത്തെ വിദ്യാർത്ഥികളെ കേൾക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അവർ കടന്നുപോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 152 പേപ്പറുകൾ ചോർന്നു. 7.5 കോടി വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇത് ബാധിച്ചു. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം തന്നെ അട്ടിമറിക്കപ്പെട്ടു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർത്തുവെന്ന് രാഹുൽ പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള പോംവഴി. എന്നാൽ അത്തരമൊരു നടപടി സർക്കാരിന് വലിയ വീഴ്ചയാകും. മറുവശത്ത് പാറ്റകൾ കൂടുതൽ ശക്തരാകുമ്പോൾ ഭരണപക്ഷം വിറയ്ക്കുന്നു.
ഇന്ത്യയുടെ യുവജനങ്ങൾ തെരുവിലേക്ക് പിന്നെയും കൂട്ടത്തോടെ ഇറങ്ങുന്നു. അപൂർവമാണ് ഈ കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.